ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ KOC സഭയുടെ സാമൂഹ്യ മാധ്യമ പ്രതിനിധികൾ വല്ലാതെ വിരളി പിടിച്ചിരിക്കുകയാണ്. യാതൊരു മര്യാദയുമില്ലാതെ അല്ലെങ്കിൽ മര്യാദയുടെ സർവ്വ സീമകളും ലംഘിച്ചുള്ള പോസ്റ്റുകളും അതുപോലെയുള്ള വോയിസ് ക്ലിപ്പുകളുമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവയിൽ ചില ആരോപണങ്ങളെ പരിശോധിക്കുകയും മറുപടി കൊടുക്കുകയുമാണ് ഉദ്ദേശം. ആദ്യമായിട്ട് നമുക്ക് ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇത് ഒരു വോയിസ് ക്ലിപ്പാണ്, പക്ഷേ ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ആശയങ്ങളെ പറയുവാൻ ഇവരുടെ മെത്രാന്മാരാരും തയ്യാറാവുന്നില്ല, ഇവരുടെ കത്തനാരന്മാരാരും തയ്യാറാവുന്നില്ല. പണ്ട് അബദ്ധം പറ്റിപ്പോയി എന്ന് ഇടയനാലച്ചൻ തന്നെ പറഞ്ഞ ആ പഴയ ഒരു ക്ലിപ്പ് ഇവർ മുറിച്ച് ആവർത്തിച്ചും എഡിറ്റ് ചെയ്തും പ്രസിദ്ധീകരിച്ച് ഇവർ മടുത്തു. പുതുതായിട്ട് ആരും തുനിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഈ വാട്സാപ്പിൽ പറയുന്ന വോയിസ് ക്ലിപ്പുകളെ ഒരു പടമൊക്കെ വെച്ച് വീഡിയോ ആയിട്ട് ഇവര് പേജുകളിൽ പോസ്റ്റ് ചെയ്ത് നിർവൃതി അടയുകയാണ്. എന്ന് പറഞ്ഞാൽ മുഴുവൻ സുഡാപ്പികളാണ് ഇവരുടെ കൂടെ ഉള്ളത്. ഈ സുഡാപ്പി എന്ന് പറഞ്ഞ SDP എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ സുഡാപ്പി അല്ല, ഇത് സുഡാപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാതന്മാർ, അറിയാൻ പാടില്ല, നമുക്കറിയത്തില്ല ആരാണ്. അപ്പൊ അങ്ങനെയുള്ള അനോണിമസ് വോയിസ് ക്ലിപ്പുകളാണ്. അപ്പൊ അതില് ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഇത് അവർ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്ലേ ചെയ്യുന്നത്. എന്റെ ഒരു സംശയം, ഇവിടെ 1923 നമ്മുടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മൊസൂളിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഈ സിറിയക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ മുടക്ക് ഇല്ലേ? ഈ യാക്കോബക്കാരുടെ ഭാഷ എന്താണ്? അതിനെപ്പറ്റി ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് വട്ടശ്ശേരി തിരുമേനി മുടക്കപ്പെട്ടവനാണെന്നാണോ അതോ അല്ലെന്നാണോ? എന്താണ് ആൾക്കാരുടെ ചിന്ത അതിനെപ്പറ്റി? എങ്ങനെയാണ് മുടക്കപ്പെട്ടവനാണെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം എന്താ? 1911 വടശ്ശേരി ഇത് ഒരു വ്യക്തിയുടെ സംശയമാണ്. ഇപ്പൊ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അറിയാൻ പറ്റി, ഇദ്ദേഹത്തിന്റെ പേര് ഇടുങ്ങൻ എന്നാണ്. അപ്പം ഇടുങ്ങൻ ചെറിയാൻ എന്ന മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ ഇടുങ്ങൻ ചെറിയാൻ ചോദിക്കുകയാണ് ഒരു ചോദ്യം. അതിന് നമുക്ക് പതിവ് മറ്റേ ശബ്ദം നമുക്ക് വളരെ പരിചയമാണ്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇതുവരെ ആളെ പിടിയിട്ടിട്ടില്ല. ഇയാളിങ്ങനെ സ്ഥിരമായിട്ട് മറുപടി പറയുന്നുണ്ട്. അയാളാണ് ആ ഗ്രൂപ്പിലെ ജ്ഞാനി. ഇപ്പൊ ജ്ഞാനിയുടെ മറുപടി നമുക്ക് കേൾക്കാം. പഴയ ഭാഷ പോലെ പുറകാലെ കേൾക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം ഇടുങ്ങന്റെ ചോദ്യം പരിശോധിക്കാം. അപ്പൊ ഇടുങ്ങന്റെ ചോദ്യം നമുക്ക് ഒന്നുകൂടെ, ഇടുങ്ങൻ എന്നുള്ളത് കളിയാക്കി വിളിക്കുന്നല്ല, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേരാട്ടോ. ഈ കാട്ടാളൻ എന്നൊക്കെ പേരുണ്ട് തൃശ്ശൂര്. അതുപോലെ ഏതോ കണ്ടല്ലേ കാട്ടാളൻ ഗ്രൂപ്പ്, ഊക്കൻ, കാട്ടാളൻ, മൂക്കൻ എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ പേരുണ്ട്. അതുപോലെ ഏതോ ഇടുങ്ങൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്, എനിക്കറിയില്ല. വാട്സാപ്പിൽ കൂടെ വരുന്നത്. അപ്പൊ ഇടുങ്ങൻ ചെറിയാൻ എന്നാണ് പേരെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇടുങ്ങൻ ചെറിയാൻ എന്റെ ചോദ്യം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. ഇടുങ്ങൻ ചെറിയാൻ പറയുന്നത് കേൾക്കാം. എന്റെ ഒരു സംശയം, ഇവിടെ 1923 നമ്മുടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മൊസൂളിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഈ സിറിയക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ മുടക്ക് ഇല്ലേ? ഈ യാക്കോബക്കാരുടെ ഭാഷ എന്താണ്? അതിനെപ്പറ്റി ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് വട്ടശ്ശേരി തിരുമേനി മുടക്കപ്പെട്ടവനാണെന്നാണോ അതോ അല്ലെന്നാണോ? എന്താണ് ആൾക്കാരുടെ ചിന്ത അതിനെപ്പറ്റി? എങ്ങനെയാണ് മുടക്കപ്പെട്ടവനാണെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം എന്താ? നമുക്ക് ഈ ഇടുങ്ങൻ സഹോദരന്റെ സംശയത്തിന് മറ്റേ ആള് മറുപടി കൊടുക്കുന്നുണ്ട്. KOCയുടെ ഡോക്ടർ, KOC എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് ചർച്ച്. അപ്പൊ KOCയുടെ പണ്ഡിതൻ മറുപടി കൊടുക്കും. പണ്ഡിതന്റെ മറുപടി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് പാവപ്പെട്ടവന്റെ ചോദ്യത്തെ നമുക്ക് അഡ്രസ് ചെയ്യാം. പാവപ്പെട്ടവന്റെ സംശയം ന്യായമാണ്. കാരണം ഈ വട്ടശ്ശേരി ദിവന്നാസ്യോസ് മൊസൂളിൽ ചെല്ലുമ്പോൾ എന്നാണ് 1923. അപ്പൊ ചോദിച്ച സഹോദര, 1912 നിങ്ങൾ സ്വയം സ്ഥാപിതമായ അല്ലെങ്കിൽ സ്വയം സ്ഥിതമായ അല്ലെങ്കിൽ സ്വയം ശീർഷകത്വമുള്ള, ഇതെല്ലാം അവരുടെ അവകാശവാദമാണ്. അപ്പോൾ സ്വയം സ്ഥാപിതവും സ്വയം സ്ഥിതവും സ്വയം ശീർഷകത്വമുള്ള സ്വയം ഭരണാധികാരമുള്ള പരമാധികാര റിപ്പബ്ലിക്കായ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ 1912 സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് എന്തിനാണ് നിങ്ങളുടെ മഹാപരിശുദ്ധനായ വട്ടശ്ശേരി
അതിന് 11 കൊല്ലം കഴിഞ്ഞ് 1923 പാത്രിയർക്കീസിനെ കാണാൻ പോയത്. ചോദ്യം ഇങ്ങോട്ട് മാത്രം ചോദിച്ചാൽ പോരല്ലോ. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ നാളുകളിൽ ഞാൻ മറുപടി തന്നിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും മറുപടി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുക. എന്തിനാടാ ഊയെ 1912 നിങ്ങൾ പരമാധികാര റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ട്, നിങ്ങൾ മലങ്കര മുഖ്യമന്ത്രിയൊക്കെ സ്ഥാപിച്ചിട്ട്, 1912 നിങ്ങൾ സ്വതന്ത്ര പരമാധികാര കാതോലിക്കേറ്റ് സ്ഥാപിച്ചിട്ട് 1923 ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ വട്ടശ്ശേരി എന്ത് കാണാനാണ് മർദ്ദീനി പോയത്? പണ്ഡിതന്റെ മറുപടി ഉണ്ട്, മറുപടി നമുക്ക് കേൾക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ പാവപ്പെട്ട ഇടുങ്ങൻ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് മറുപടി കൊടുക്കാം. അപ്പൊ ഒന്നാമത് ഇടുങ്ങൻ ഈ എവിടെയെങ്കിലും ഇരുന്ന് ചോദ്യം ചോദിക്കാതെ പുസ്തകങ്ങൾ വായിക്കണം. എന്ത് കാര്യമുണ്ടെങ്കിലും പുസ്തകങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ പുസ്തകങ്ങൾ തുറക്കപ്പെടട്ടെ, വായിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ KOCയുടെ പോരാളികൾ കുറെ പേരുണ്ട്. ജോൺസൺ ഏബ്രഹാം, പോൾ തോമസ് പിറവം, അനിൽ ജോർജ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് കുറേ പോരാളികളുണ്ട്. ഇവരെല്ലാം നെടുങ്കൻ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പം, ഒറ്റ എണ്ണത്തിന് റെഫറൻസ് ഇല്ല. പിന്നെ ഞാൻ കണ്ട അനിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു നെടുങ്കൻ ലേഖനം പത്രോസ് പാത്രിക്കീസ് ബാവയെ അപകീർത്തിപ്പെടുത്തി, ആക്ഷേപിച്ച്, അവഹേളിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. വായിക്കുന്ന യാക്കോയക്കാർക്ക് വിഷമം തോന്നും, വായിക്കുന്ന KOCക്കാർക്ക് സന്തോഷം തോന്നും. പക്ഷെ ഒരു പോരായ്മയുണ്ട്. ഈ പോരായ്മ എന്നുള്ളത് അനിൽ ജോർജിനോട് പറയുന്ന, അത് കോട്ടയത്തുകാർക്ക് അറിയാം. അപ്പൊ അനിൽ ജോർജിന്റെ പോരായ്മ എന്താന്ന് ചോദിച്ചാൽ, ഒന്നിനും റെഫറൻസ് ഇല്ല. ഒരു റെഫറൻസും ഇല്ല. ഇത് ചുമ്മാ അങ്ങ് പറയുക, പുള്ളിക്ക് ഭാവന തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയല്ല, അതിന് റെഫറൻസ് വേണം. ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഇന്നടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന റെഫറൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് കഞ്ചാവ് അടിച്ചിട്ടിരുന്ന് പിന്നെ കഥ എഴുതുന്നു എന്ന് സിനിമാക്കാരെ പറ്റി പറയും എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചുമ്മാ എഴുതി പിടിപ്പിക്കുക. അപ്പൊ അതിലർത്ഥമില്ല. അതുകൊണ്ട് ഈ മർദ്ദീൻ യാത്ര നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു പുസ്തകം അങ്ങനെ എടുത്തിട്ട് വായിക്കണം. മാർ ദിവന്നാസിയോസ് ആറാമന്റെ മർദ്ദീൻ യാത്ര കണ്ടോ? പടം കണ്ടോ? ഇതാണ് ഇവര് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ വോയിസ് ക്ലിപ്പിന് ഇട്ടിരിക്കുന്ന ചിത്രം ഇതാണ്. 1923 അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുസ്തകമായിട്ടുണ്ട്. മാർ ദിവന്നാസിയോസ് ആറാമന്റെ മർദ്ദീൻ യാത്ര. അപ്പൊ ഇവരെ ആക്ഷേപിക്കാൻ വേണ്ടി യാക്കോബായക്കാര് പുസ്തകം ഇറക്കിയതാണോ? ആ പുസ്തകം ഇറക്കുക ആരാന്ന് നോക്കണം. എന്താണ്ട് മോളി വലതുവശത്ത് നോക്കുക, MOCയുടെ പുസ്തകമാണ്. പൈതൃകം മലങ്കര സഭാ സാഹിതി സരണി കണ്ടോ? ഇത് KOCക്കാരുടെ പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്താണ് മർദ്ദീൻ യാത്രയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്? വായിച്ചു. മർദ്ദീൻ യാത്ര. ഞങ്ങൾ മർദ്ദീനിൽ നിന്ന് പാത്രിക്കീസ് ബാവയുടെ സന്നിധിയിൽ എത്തിയത് കർക്കടകം 17 വ്യാഴാഴ്ചയായിരുന്നു. ബാവയുടെ കൈമുത്തി കുറെ നേരം യാത്ര സംബന്ധിച്ചും മറ്റ് സംഭാഷിച്ച ശേഷം കൽപ്പന പ്രകാരം സിംഹാസന ദേറായിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന തോമാ റമ്പാനെ കൂടെ ഞങ്ങളോടുകൂടി അയച്ചു. ഞങ്ങൾ ദേറായിലേക്ക് പോകുന്ന വഴി കമ്പി ആഫീസിൽ കയറി മർദ്ദീനിലെത്തിയ വിവരത്തിന് മലയാളത്തിലേക്ക് കമ്പി അയച്ചു. തുർക്കി ഭാഷയിലാണ് കമ്പി അടിക്കേണ്ടത്. ഞങ്ങൾ സുറിയാനിയിൽ കമ്പി വാചകം എഴുതി കൊടുത്തു. റംബാച്ചൻ അറബിയിലും മറ്റൊരാൾ തുർക്കി ഭാഷയിലും അത് പരിഭാഷപ്പെടുത്തി. ആ കമ്പി മലയാളത്തിൽ കിട്ടിക്കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. 10-30 ദിവസം കഴിഞ്ഞപ്പോൾ കുസ്തന്തീനോപ്പോലീസിൽ നിന്ന് ആ കമ്പി മടങ്ങി വന്നു. പാത്രിക്കീസ് ബാവയുടെ കുസ്തന്തീനോപ്പോലീസിലുള്ള എപ്പത്രോപ്പ വഴിയാണ് കമ്പി അടിച്ചിരുന്നത്. കമ്പി വാചകം മടങ്ങി വന്ന് നോക്കിയപ്പോൾ മനോരമ മക്കോത്തമയെന്നോ കോട്ടയം കോതമംഗലം എന്നോ മറ്റോ ഭേദപ്പെട്ടു പോയി. അതുകൊണ്ട് ആ കമ്പി മലയാളത്തിൽ കിട്ടിയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പാത്രിക്കീസ് ബാവ ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന പ്രകാരം 20-ന് ഞായറാഴ്ച പോയിട്ടാണ് മർദ്ദീനിൽ നിന്നും ദേറായിൽ എഴുന്നള്ളിയത്. അവിടെയുള്ള റമ്പാന്മാരോടും മറ്റും കൂടെ നമ്മുടെ തിരുമേനി ഞങ്ങൾ എല്ലാവരും ബാവയെ എതിരേൽപ്പാനായി ദേറായിക്ക് വെളിയിൽ ഇറങ്ങി വന്നു. ബാവ അദ്ദേഹത്തിന്റെ പ്രത്യേക കുതിരപ്പുറത്താണ് എഴുന്നള്ളി വന്നത്. പാത്രിക്കീസുമാരൊക്കെ അക്കാലത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമായിരുന്നു. പത്രോസ് പാത്രിക്കീസ് ബാവ കുതിരപ്പുറത്ത് പോകുന്നൊരു പടം വെച്ചിപ്പോൾ അവര് കളിയാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആളുകൾ പോയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഞങ്ങൾ ബാവയെ സ്വീകരിച്ചു. എല്ലാവരും കൈമുത്തി പള്ളിയിൽ പ്രവേശിച്ചു. ലുത്തിനിയായ്ക്ക് ശേഷം സന്ധ്യാ നമസ്കാരം ആരംഭിച്ചു. നമസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും നിരന്നു നിന്നു. ബാവയെ എതിരേറ്റ് ഗീതങ്ങൾ പാടിക്കൊണ്ട് സിംഹാസന മുറിയിലെത്തി. പിന്നെയും കൈമുത്തിക്കൊണ്ട് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോവുകയും ചെയ്തു. നമസ്കാരങ്ങളിലും ദിനംപ്രതിയുള്ള കുർബാനയിലും ഞങ്ങൾ സംബന്ധിച്ചിരുന്നു.
അങ്ങനെയുള്ള ആത്മീയ സംബന്ധങ്ങളിലോ അതിന് പതിവുള്ള ഉപചാര മര്യാദകളിലോ ഞങ്ങൾക്കൊരു തടസ്സവും നേരിട്ടിരുന്നില്ല. എതിർപക്ഷക്കാർ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിന് കുണ്ഠിതമുണ്ടാകത്തക്ക വിധം ഒരു പ്രകാരവും ഞങ്ങളോട് വർത്തിച്ചിരുന്നില്ല. എതിർപക്ഷക്കാർ കണ്ടോ, അപ്പൊ ഇവരവിടെ പോയിരിക്കുന്ന എതിർപക്ഷക്കാരായിട്ടാണ് ഇവർ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇടുങ്ങന്റെ ചോദ്യം, ഭയങ്കര സ്വീകരണം കിട്ടിയത് എങ്ങനെയാണ്. എന്നാലോ ബാബാ തിരുമേനി വളരെ സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ള സംഗതി കൃതജ്ഞതാപൂർവ്വം പ്രസ്താവിച്ചുകൊള്ളുന്നു. പാത്രക്കിസ് ബാബാ തിരുമേനിയും കണിശമായും കൃത്യമായും സൗഖ്യമുള്ളപ്പോഴെല്ലാം നമസ്കാരങ്ങളിലും കുർബാനകളിലും സംബന്ധിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ദൃഷ്ടാന്തമാണ്. നമസ്കാര സമയങ്ങളിലോ കുർബാന സമയങ്ങളിലോ നമ്മുടെ ചില പട്ടക്കാരും മറ്റും ചെയ്യുന്നത് പോലെ കോപിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക പതിവില്ല. കേട്ടല്ലോ, KOC സഭയുടെ മെത്രാന്മാരുടെ ഈ കുർബാന മധ്യേയും ആരാധന മധ്യേയുമുള്ള കോപവും ഇതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. പല മെത്രാന്മാർ സാധനങ്ങൾ എടുത്തെറിയുക, പുസ്തകം തട്ടിത്തെറിപ്പിക്കുക, വിശുദ്ധ വെള്ളത്തെ തൊഴിക്കുക, ഇതെല്ലാം കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വർഗം ശപിക്കപ്പെട്ട വർഗമാണ്, ശപിക്കപ്പെട്ടവരാണ്, മുടക്കപ്പെട്ടവരാണ്, പട്ടത്തം നഷ്ടപ്പെട്ടവരാണ്, പൗരോഹിത്യമില്ലാത്തവരാണ്, ഉരിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിന്റെ വൈകൃതങ്ങൾ വെളിപ്പെട്ടു വരുന്നതാണ് ഇവർ ഈ തൊഴിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇതെവിടെയാണ്? ഇത് 923 പറയാം, നമ്മുടെ പട്ടക്കാർ ചെയ്യുന്ന പോലെ. ആരാണ് ഇത് ചെയ്യുന്നത്? ആ കോയക്കാരൻ ചെയ്യത്തില്ല, കറയില്ലാത്ത പൗരോഹിത്യമുള്ള ചെയ്യത്തില്ല. അവൻ വിശുദ്ധതകളുടെ അടുത്ത് വിശുദ്ധിയോടെ നിൽക്കും. അത് തീക്കടുത്ത സിംഹാസനമാണ് വിശുദ്ധ ത്രോണോസ് എന്ന് അവന് ബോധ്യമുണ്ട്. ബോധ്യം മാത്രമല്ല, അനുഭവമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കറയില്ലാത്ത പൗരോഹിത്യം ആ നൽവരാവനുണ്ട്. ഇവിടെ ഇവന്മാര് മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നോക്കി എഴുതി വെച്ചിരിക്കുന്നേ, കുർബാന സമയങ്ങളിലോ നമ്മുടെ ചില പട്ടക്കാരും മറ്റും ചെയ്യുന്നത് പോലെ കോപിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക പതിവില്ല. ഏതെങ്കിലും അലക്ഷ്യം ശുശ്രൂഷക്കാരിലോ വേറെ ആരെങ്കിലുമോ കണ്ടാൽ രഹസ്യമായി അവരെയെങ്കിലും വിളിച്ച് അത് ശരിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. കണ്ടോ, അറിയാതെ എഴുതുകയാണെങ്കിലും വലിയൊരു സത്യം ഈ കാലഘട്ടത്തിലേക്ക് ഒരു ദൂതായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനിയെങ്കിലും KOCക്കാർ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഉള്ളിലുള്ളതല്ലേ പുറത്തു വരുള്ളൂ. ഇനി നിങ്ങൾ മനഃപൂർവ്വം മസിൽ പിടിച്ച് കോപിക്കാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പട്ടത്തമില്ല, നിങ്ങൾക്ക് പൗരോഹിത്യമില്ല, നിങ്ങൾ ഉരിയപ്പെട്ടവരാണ്, മുടക്കപ്പെട്ടവരാണ്, അതോടൊപ്പം ശപിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ കോപിക്കുന്നത് തന്നെയാണ് നല്ലത്. ഉള്ളത് പുറത്തു വരട്ടെ. കാരണം ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം പറിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. മുന്തിരിയിൽ നിന്ന് മാതളം ഉണ്ടാകുമോ? ഞെരിഞ്ഞിലിൽ അത്തി ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് 923 തന്നെ ഈ കോപം, ഈ എടുത്തേറ് ഈ KOCക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ വട്ടക്കാർ ചെയ്യുന്നത് പോലെ. ഇത് 2023-ലോ 24-ലോ 25-ലോ 26-ലോ ഉണ്ടായ നവപ്രവണതയല്ല. ഇത് പണ്ട് തൊട്ടുണ്ട്. കാരണം ഇവർ ശപിക്കപ്പെട്ടവരാണ്, ഇവർ മുടക്കപ്പെട്ടവരാണ്, ഇവർ ഉരിയപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള ദൃഷ്ടാന്തമാണ് ഞാൻ വെച്ചത്. ഇതാണ് തെളിവ് വെച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ ഈ പറഞ്ഞ ഈ പാവം ഇടുങ്ങൻ ചോദിച്ച ചോദ്യത്തിന് പാവം മറ്റവനിരുന്ന് മറുപടി പറയുന്ന ഒരു റെഫറൻസും ഇല്ലാതെയാണ്. ചുമ്മാ പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയും. ഇവർ ഫേസ്ബുക്കിൽ ഇടുന്ന ആരോപണങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്, ഒരു റെഫറൻസും ഇല്ല. ഇവർക്ക് തോന്നുന്നതൊക്കെ എഴുതി വിടുകയാണ്. അങ്ങനെ എഴുതി വിടാനുള്ളതല്ല. അപ്പൊ ഇതുകൊണ്ട് ഇവർ മുടക്കപ്പെട്ടവരായിരുന്നോ എന്നതാണ് പാവം ഇടുങ്ങന്റെ ചോദ്യം. അപ്പൊ അതിലൂടെ നമുക്ക് മറുപടി പറയേണ്ടതുണ്ട്. മുടക്കപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള ഒരു മറുപടി കൂടെ നമുക്ക് പറയാം. മുടക്കപ്പെട്ടവരായിരുന്നു. ആ മുടക്ക് തീർക്കാൻ വേണ്ടിയാണ് ഇവര് യാത്ര ചെയ്ത് പോയത്. പാവങ്ങൾ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇവിടെ ഇവര് വാഴിച്ചു വെച്ച ആള് ഇടിമിന്നലേറ്റ് മരിച്ചു, പുറകെ ഇവര് കേസും തോറ്റു. ഇങ്ങനെ ഇവർക്ക് പ്രതിസന്ധി വന്നപ്പോ അവർ പോയതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർ പുലിയായിട്ട് നിന്നേനെ. ഇവരുടെ എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സംഗതി നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ വയ്യ എന്ത് ചെയ്തു? അപ്പോൾ അവർ വയ്യ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നോക്ക്, തുർക്കി ഗവൺമെന്റിന് ബാവയെ കുറിച്ച് നല്ല മതിപ്പാണുള്ളത്. പോരാറായപ്പോൾ ആഗസ്റ്റ് 2 ഞങ്ങൾ മർദീനിലെത്തി. ഇതുണ്ടോ, അങ്ങോട്ടുള്ള യാത്രയിൽ നേരെ മർദീനി ചെല്ലുവാൻ സാധിച്ചില്ല. അടുത്ത അമൂദ എന്ന സ്ഥലത്ത് തുർക്കി ഗവൺമെന്റിന്റെ അനുവാദം കാത്ത് 4 ദിവസം താമസിച്ചു. പിന്നെ വിശുദ്ധ പാത്രികസ്വാവ് അവരുടെ അടുക്കലെത്തി. ബാവ ആദ്യം പിണങ്ങിയെങ്കിലും ഒടുവിൽ 50 ദിവസം കഴിഞ്ഞപ്പോൾ ഇണങ്ങി. എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞാലും മുടക്കപ്പെട്ടവരാണ്. ഇവരിവിടെ വളരെ ശപിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തതാണ്. ബദൽ ആയിട്ട്
സുന്നോദോസ് തീരുമാനമില്ലാതെ ഇവര് കാതോലിക്കേറ്റ് വരെ വാഴിച്ചു. പക്ഷെ വാഴിച്ച കാതോലിക്ക 7-ാം മാസം അപ്രത്യക്ഷമായി, ഇറേസ് ചെയ്യപ്പെട്ടു. പിന്നെ ഇവർ 11 കൊല്ലം കാത്തു, കരഞ്ഞ് മാപ്പ് പറയാൻ വേണ്ടിയാണ് വട്ടശ്ശേരി ദീപന്നാസ്യോസ്. ഇപ്പൊ ഇടുങ്ങൻ മനസ്സിലായോ? അപ്പം പാത്രികീസ് 50 ദിവസത്തേക്ക് വലിയ മൈൻഡ് കാണിച്ചില്ല. കാരണം ഇവര് വലിയ കുഴപ്പമുണ്ടാക്കും. പക്ഷെ 50 ദിവസം അവരോട് താമസിച്ചു. 50 ദിവസം കഴിഞ്ഞപ്പോൾ ഇണങ്ങി നമ്മുടെ ഇഷ്ടം പോലെ സകലത് സമ്മതിച്ചു. അതായത് മുടക്കുകളെല്ലാം തീർത്ത് കൈവപ്പുകളെല്ലാം അംഗീകരിച്ച് ഉടമ്പടി ആവശ്യമില്ല. തുർക്കി ഗവൺമെന്റിന് ബാവയെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളത്. ബാവ സംസാരത്തിൽ വളരെ ചാതുര്യമുള്ള ആളാണ്. ഫലിത സമ്മിശ്രമായി സംഭാഷണം ചെയ്ത് ആരെയും ചിരിപ്പിക്കും. പോരാറായപ്പോൾ ഇരു കൂട്ടരും വളരെ സന്തോഷത്തോടുകൂടിയാണ് പിരിഞ്ഞത്. പോരുന്ന സമയം മെത്രാച്ചൻ ബാവായ്ക്ക് ഒരു സ്ലീബ കാഴ്ചവെക്കുകയുണ്ടായി. മെത്രാച്ചന് ബാവ കൊണ്ട് ഒരു വലിയ മുദ്രയും മാലയും കൽപ്പിച്ച് സമ്മാനിച്ചു. പത്രക്കുഴിയിൽ അച്ഛനും എനിക്കും ഓരോ ചെറിയ മുദ്രകൾ ബാവ കൽപ്പിച്ച് തരികയുണ്ടായി. ബാക്കി മറ്റു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സ്വന്തമായിട്ട് പുസ്തകം മേടിച്ച് വായിക്കുന്നതൊക്കെ നല്ലതാണ്. അധികം വായന ആരോഗ്യത്തിന് നല്ലതുമല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കൂട്ടരുടെ മനോഭാവത്തിലെ വ്യത്യാസമാണ്. ഇവിടുന്ന് അവിടെ ചെന്നവരെ അവര് വളരെ നന്നായി സ്വീകരിച്ചു, സൽക്കരിച്ചു, മാനിച്ചു, ആദരിച്ചു, സഹകരിപ്പിച്ചു. ഇതെല്ലാം ഇവരുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവരോടൊപ്പം നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അവിടെയുള്ളവർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. അവരൊരു വിരോധവും കാണിച്ചില്ല. ഇവർ തന്നെ പറയുന്നു, ഞങ്ങൾ എതിർപക്ഷക്കാരായിരുന്നിട്ടും ഞങ്ങളോട് അങ്ങനെയൊന്നും അവര് പെരുമാറിയിരുന്നില്ല. ഇത് മാത്രമല്ല, ഗീവറീസ് ദിദിയൻ ബാവ പാത്രിയർക്കീസിനെ കാണാൻ ചെല്ലുമ്പോൾ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു എന്നാ പറയുന്നത്. ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് അവരുടെ അടുത്ത് വട്ടശ്ശേരി ചെല്ലുമ്പോഴും വളരെ സൗമ്യമായിട്ടും സ്നേഹമായിട്ടും സ്വീകരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമുക്ക് ആഭിജാത്യത്തിന്റെ അന്തസ്സിന്റെ ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യുക്തമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് ഒരു സംസ്കാരമാണ്. അവിടെയുള്ളവര് ഇവിടുന്ന് ഇപ്പൊ അതിഥി ദേവോ ഭവ എന്നത് ഭാരതത്തിന്റെ ഏതാണ്ട് ആപ്തവാക്യാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ആളുകളെക്കാൾ വളരെ ഉന്നതമായ ധാർമ്മിക നിലവാരവും ആത്മീയ നിലവാരവും അവർ പുലർത്തി എന്നുള്ളതാണ്. ഗീവറീസ് ദിദിയൻ ബാവ അവിടെ പോയിട്ട് ഹോംസിൽ ചെന്നപ്പോ പാത്രിയർക്കീസ് അരമനയിൽ ചെന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ആകെ അവിടുത്തെ കാഴ്ചകളെല്ലാം കൂടെ കണ്ട ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. അതിന് അൽമാരൊക്കെ വന്ന് ചുമ്മാ മെത്രാച്ചന്മാർക്ക് കൈ കൊടുക്കുക, അടുക്കളക്കാരത്തികൾ വരെ പാത്രിയർക്കീസിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണ് അദ്ദേഹം കണ്ട വലിയ കുഴപ്പം. അത് ഒന്നിനും ഒരു ഓർഡർ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവര് സന്ധ്യയാകുമ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാത്രിയർക്കീസ് ബാവായും മറ്റു മെത്രാന്മാരും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊപ്പം അവിടെയുള്ള സാധാരണ ആളുകളും അതേ മേശയിൽ വന്ന് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണ് ഗീവറീസ് ദിദിയൻ കണ്ടുപിടിച്ച വലിയ കുഴപ്പം. അവിടെ എല്ലാം അലങ്കോലമാണ്. ഇവിടെ വന്നിട്ട് എഴുതുക, അവിടെ എല്ലാം അലങ്കോലമാണ്. അവിടെ അങ്ങനെ വലിപ്പച്ചെറുപ്പം അവർ കാണിക്കുന്നില്ല. അവിടെ സാധാരണ ആളുകളെയും പാത്രം കഴുകുന്ന ആളുകളെയും പൂന്തോട്ടം നനയ്ക്കുന്നവനെയും വൈകുന്നേരം ബാവ ഭക്ഷണം കഴിക്കുന്ന ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. അവരൊരു ഒപ്പം ഇരുന്ന് കഴിച്ചു. ആ വലിപ്പച്ചെറുപ്പവും തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതൊന്നും അവിടെ കാണിക്കുന്നില്ല. അതേസമയം ഗീവറീസ് ദിദിയൻ ഇവിടെ ചെയ്ത് തന്നെയാണ്. ഗീവറീസ് ദിദിയന്റെ മുറിക്ക് പുറത്ത് എപ്പോഴും ഒരു 4-5 പേരെ മുണ്ട് അരയെ കെട്ടി താണ് തൊഴുത് നിർത്തിയിരിക്കുകയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ 4-5 പേർ എപ്പോഴും പുള്ളിയുടെ മുറിക്ക് പുറത്ത് നിൽക്കും. ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഇവര് റാൻ മൂളി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇത് കാണുമ്പോൾ വരുന്ന ആളുകളും അങ്ങ് ഭയപ്പെടുന്നു, വലിയൊരാളകത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീതി സൃഷ്ടിക്കരുത്. എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ളിൽ ഇളിഭ്യനാണെന്ന് തോന്നുന്നത് കൊണ്ട് ആ വാലായ്മ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി, ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും കൈകെട്ടി വായ് പൊത്തിരിക്കുന്ന 4-5 പേരെ മുറിക്ക് പുറത്ത് നിർത്തുന്ന ഒരു ശീലം ഗീവറീസ് ദിദിയൻ ഉണ്ടായിരുന്നു. നമ്മൾ ഗീവറീസ് ദിദിയൻ വിശുദ്ധനാക്കാൻ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞ. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൂക്കേടുണ്ടായിരുന്നു. ബഹുമാനം വേണം, അതുകൊണ്ട് പുള്ളി തന്നെ ബഹുമാനം വില കൊടുത്ത് മേടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനത്തെ പതിവ് ഹോംസിലോ മൊസൂളിലോ മർദീനിലോ അവിടുത്തെ മെത്രാന്മാർക്ക് ആർക്കും ഇല്ല. പാത്രിയർക്കീസ് ബാവായ്ക്ക് തീരെയില്ല. ആര് എന്നാലും അവര് സമന്മാരായിട്ട് അവർ കാണുന്നു, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇരിക്കുന്ന അഫ്രൻ ദിദിയൻ പാത്രിയർക്കീസ് ബാവ പോലും വളരെ സൗമ്യമായിട്ടും സമഭാവേനയാണ് പെരുമാറുന്നത്. ഞാൻ ഈ പെന്റക്കോസ്റ്റിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നപ്പം ആദ്യം കണ്ട ഒരു സഭാ തലവനാണ് പാത്രിയർക്കീസ് ബാവ. അദ്ദേഹത്തെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഇങ്ങനെ 25 വർഷം പെന്തക്കോസ്റ്റിലായിരുന്നു. ഇപ്പം നമ്മുടെ സഭയിൽ പണ്ടുണ്ടായിരുന്നാണ്, ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വരാൻ പറഞ്ഞു.
ഞാൻ അദ്ദേഹം ഇരിക്കുന്ന 2 മെത്രാന്മാര് വേറെ എവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ മുറിയിലേക്ക് കയറി ചെന്ന് ഞാൻ വലിയ ഭവ്യതയോടെ ഭയത്തോടെ ഒക്കെ കയറുന്നതാണ്. പാത്രക്കീസല്ലേ. അപ്പൊ അവിടെ ചെന്ന് എന്നെ കണ്ട് ചിരിച്ചു. അപ്പൊ അതേ ഒരു ബെഞ്ചിൽ അവിടെ ഇരിക്കുകയായിരുന്നു. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്തൊരു കസേരയുണ്ട്. അന്നേരം പുള്ളി പറഞ്ഞു ഇവിടെ വന്നിരുന്നോളാം. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ബെഞ്ചിൽ തന്നെ എന്നെ അവിടെ ഇരുത്തി പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച കൂട്ടുകാരെ പിന്നെ കാണുമ്പോൾ വർത്താനം പറഞ്ഞാൽ വളരെ സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞു. ഒരു കാര്യമുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ ഇടിച്ചപ്പോ അദ്ദേഹം എല്ലാവരോടും അങ്ങനെയാണ് സമഭാവേന പെരുമാറുകയാണ്. പിന്നീട് ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ പോകുമ്പം പണ്ട് തൊട്ടേ അവരങ്ങനെ ഒരു വലിയ ആളുകളാണെന്നോ ഒന്നും ഭാവിക്കുന്നില്ല. അപ്പൊ അവിടെയുള്ള സാധാരണക്കാര്, ആ മൊണാസ്ട്രിയിലുള്ള ആളുകള് ഇദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്നുള്ളതിന് ഗീവറി സ്ഥിതിന് സുഖിച്ചില്ല. അതായത് ഇവിടെ വെച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചു, അത് ഭയങ്കര കുഴപ്പമാണ്, അത് ഒട്ടും ശരിയായില്ല. കാരണം ഇദ്ദേഹം ഇവിടെ കൂലിക്ക് 5 പേരെ മുണ്ട് കെട്ടി വാപത്തി നിർത്തിയിരിക്കുക. അതാണ് അതിന്റെ വ്യത്യാസം.